ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു ഓണം സെലിബ്രേഷൻ്റെ ഭാഗമാകുമ്പോഴാണ്. അതായത് പൂവാർ ഐലൻഡ് റിസോർട്ട് അവരുടെ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗസ്റ്റായിട്ട് പോകും. ഓക്കെ, ചീഫ് ഗസ്റ്റ് ആണെന്ന് പറയാൻ വേണമെങ്കിൽ ഇന്ന് പക്ഷേ സ്വന്തം ഡ്രസ്സിങ് ആട്ടോ, ആരും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. നമ്മൾ സാധാരണ ഡ്രസ്സ് ചെയ്യുന്ന പോലെ ചെറിയൊരു മേക്കപ്പും സ്വന്തമായിട്ട് സെറ്റ് കൊണ്ട് സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. സെറ്റ് സാരി കൊടുക്കും. ഇപ്പോൾ രാവിലെ ഒരു 11:30 അവിടെ എത്തണം. പൂവാർ ഐലൻഡ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാർ ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ടിട്ട് അവരുടെ ബോട്ടിൽ കുറച്ച് നേരം ബോട്ട് ജേണി ഉണ്ട് നേരെ റിസോർട്ടിൽ. ഇപ്പോൾ ശരിക്കും മഴക്കാലമാണ്, വെള്ളമൊക്കെ ഒരുപാട് ഉണ്ടാകും. നോക്കാമല്ലേ, കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോകാം. അപ്പോൾ അവരുടെ കുറച്ച് കുറവ്, അവർക്ക് എത്ര കൂടുതൽ ഗസ്റ്റുകൾ കൂടുതൽ ഫോറിനേഴ്സാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കിതൊരു ഭയങ്കര വ്യത്യാസമായിരിക്കും. ഈ ഓണം സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ അവർ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. അതുകൊണ്ടാണ് അവരിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പുലിക്കളി ഉണ്ടാവുമെന്ന് തോന്നുന്നു, ഊഞ്ഞാല്, അത്തപ്പൂക്കളം, പിന്നെ എന്തായാലും സദ്യ ഉറപ്പാണ്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറാം. അതെല്ലാം സെലിബ്രേറ്റ് ചെയ്തിട്ട് തിരിച്ചുവരാം. ഓക്കെ, അപ്പോൾ ഞാൻ പുടുവിനെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു ബോട്ട് ജേണിയും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ വേണ്ട വെച്ചു. അപ്പോൾ പോകാം. ഇത് അനുകുട്ടിയുടെ ബ്ലൗസാണ്, ലേബൽ അനുരാധ. ബാക്കിൽ കുറേ സംഭവം കിട്ടി. അങ്ങനെ ബോട്ട് ചെട്ടിയിലെത്തി പൂവാർ. ഇനി ഇവിടുന്ന് ബോട്ടിൽ കയറിയാണ്, കാർ ഇവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് ബോട്ടിൽ നമ്മൾ റിസോർട്ടിലേക്ക് പോകും. അപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്, പാർക്കിംഗ് ഏരിയ. ചെറുതായിട്ട് മഴ ഡ്രസ്സിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ട് ചെട്ടി. ഇവിടുന്ന് അവരുടെ ബോട്ട് വരും. ഇതിന് മുന്നേ നമ്മൾ വന്നിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതെ, ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടാണ് പോണത്. പക്ഷേ മഴക്കാലം ആയതുകൊണ്ടേ അവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ ക്രിസ്മസിന് കേക്ക് മിക്സിങ് സെറമണിക്ക് ഞാൻ പോയിരുന്നു ഗസ്റ്റായിട്ട്. അന്നേരം ഔട്ട്ഡോർ പ്ലാൻ ചെയ്തിട്ട് പിന്നെ ഇൻഡോറിലേക്ക് മഴ പെയ്തപ്പോൾ മാറ്റി. ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ചെറിയ ഡ്രിസ്ലിംഗ് ഉണ്ട്. ഇപ്പോൾ വെള്ളം കുറഞ്ഞിരിക്കുവാണ്. കാര്യം ഇവിടുത്തെ പൊഴി മുറിച്ചു 2 days ബാക്ക്. പൊഴി മുറിച്ച് കഴിഞ്ഞാൽ വെള്ളം കുറയും. കാര്യം കടലുമായിട്ടുള്ള ജോയിനിങ് ആണ്. വെള്ളം എല്ലാം കടലിലേക്ക് പോകും. മഴവെള്ളം വന്ന് കൂടിയിട്ടേ പൊഴി മുറിഞ്ഞത്. ഇപ്പോൾ വീണ്ടും ബോട്ടിങ് ആരംഭിച്ചിട്ടുണ്ട്. കാണുമ്പോൾ അറിയാം, ഈ സൈഡൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞ് കിടക്കുന്നില്ല, ആ മണ്ണൊക്കെ കാണാം. വെള്ളം എല്ലാം കലങ്ങി കിടക്കുവാണ്. നോക്കിയാൽ കലക്ക വെള്ളം. സോ എല്ലാ വെള്ളവും ഇത് ഞാൻ നിൽക്കുന്നതിൻ്റെ അതിനെക്കാട്ടിലും പൊക്കത്തിലായിരുന്നു വാട്ടർ ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. പൊഴി മുറിക്കാനുണ്ടായ കാരണവും അത് തന്നെയാണ്. വെള്ളം എല്ലാം ഒഴുകി കടലിലേക്ക് പോയി. അപ്പോൾ നമ്മൾ വീണ്ടും വെയിറ്റിംഗ് ഷെഡിൽ വെയിറ്റ് ചെയ്യാണ്. കാരണം നമ്മുടെ ബസ്സല്ല, നമ്മുടെ ബോട്ട് വന്നിട്ടില്ല. സൂപ്പർബായിട്ടൊരു മഴ വരുന്നു. മഴക്കോള് കൂടിയത് ഇരുണ്ട മഴ ഭയങ്കരമായിട്ട് പെയ്യുന്നു. നോക്കിക്കോളൂ, നല്ല ഡാർക്കായി, ഏതാണ്ട് സന്ധ്യ ആയതുപോലെയായി ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ്. ഓക്കെ, ഇത് നോക്കിയാൽ വെള്ളത്തിലേക്ക് മഴവെള്ളം വീഴുമ്പോൾ നല്ല രസമല്ലേ. ആഹാ, ഇത് ആക്ച്വലി നനയാൻ പറ്റിയൊരു സമയമാണ്. വേറൊരു ഫങ്ഷനൊന്നും ഇല്ലായിരുന്നെങ്കിൽ മഴ നനയാൻ ഒരു മൂഡിൽ പോവാം. സോ നമ്മുടെ ബോട്ട് എത്തി, ഇനി ബോട്ടിൽ കയറാം. ഓ സന്തോഷം. ഞാൻ വെച്ച് ഇനി ഇത്രയും കുനിയേണ്ടി വരുമോ ദൈവമേ, അറിയില്ലല്ലോ. ഓക്കെ, പാസഞ്ചർ കപ്പാസിറ്റി 7+1 8 പേർക്ക് ഇരിക്കാം. ഓക്കെ, യെസ്. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു. നമ്മൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യും. പെട്ടെന്ന് 10 മിനിറ്റ്, 10 to 15 minutes. അപ്പോൾ പൂവാർ ഐലൻഡ് റിസോർട്ടിലുണ്ട്. പൂവാർ ബോട്ടിങ്ങിന് വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ നിന്നൊക്കെയാണ് കയറുന്നത്. ബോട്ടിങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റാണിത്. ഇതാണ് പൊഴി മുറിച്ച ഭാഗം. അതായത് കടലും കായലും കൂടി മിക്സ് ആകാണ്ടിരിക്കാൻ അവിടെ ഒരു എന്താ പറയുക, അവിടെ ഒരു തിട്ട പോലെ ഉണ്ടായിരുന്നു. ആ ഭാഗം ഓപ്പൺ ചെയ്ത് കളഞ്ഞു 2 ദിവസം മുന്നേ. അപ്പോൾ എക്സസ് ഉണ്ടായിരുന്ന വെള്ളം എല്ലാം കംപ്ലീറ്റ്
ഇത് ആക്ച്വലി നെയ്യാർ വാട്ടറാണ്, നെയ്യാറിൽ നിന്ന്. അപ്പം അവിടെ നിന്ന് വരുന്നത് ഇപ്പം നെയ്യാർ ഡാമിൻ്റെ ഷട്ടർ തുറന്നതാണെങ്കിലും എല്ലാം ഈ വെള്ളം ഇങ്ങോട്ടാണ് വരുന്നത്. അത് നേരെ തുറന്നു വിടുമ്പോൾ കടലിലേക്ക് പോകും. ഇപ്പോൾ കടലിലേക്ക് മാക്സിമം പോയി കഴിഞ്ഞു, ബാക്കിയുള്ള വെള്ളമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ തിട്ട നമുക്ക് കാണാനും സാധിക്കും. ഇനി ഇത് സ്വാഭാവികമായിട്ടും വീണ്ടും കടൽ മണ്ണ് കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിട്ട് അവിടെ വീണ്ടും ഒരു പൊഴിയായിട്ടത് രൂപാന്തരപ്പെടും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. നമ്മളിപ്പോൾ പോകുന്ന റിസോർട്ടിൻ്റെ ഫ്ലോട്ടിംഗ് കോട്ടേജസ് ആണ്. ആ വെള്ളത്തിൽ കണ്ടില്ലേ, അത് കണ്ടു തുടങ്ങി. ഇവർക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഫ്ലോട്ടിംഗ് കോട്ടേജസ്. അത് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പോവാം. അതുവഴിയാണ് നമ്മൾ അതിൻ്റെ സൈഡിലൂടെയാണ് അതിൻ്റെ ആ ഒരു ബോട്ടിംഗ് പാത. അവിടെ പോയിട്ട് പിന്നെ നമ്മൾ റിസോർട്ടിലേക്ക് കയറും, പൂവാർ ഐലൻഡ് റിസോർട്ട്. ഇത് വേറൊരു വൈബാണ്, മഴയത്ത് ഇങ്ങനെ ബോട്ട് ചെയ്യുന്നതും മഴ ആസ്വദിക്കുന്നതും ഒക്കെ. അവിടെ നമ്മളുടെ ലാൻഡിങ് പ്ലേസ് ഓൾമോസ്റ്റ് കാണുന്നുണ്ടല്ലോ. ഈ ഫ്ലോട്ടിംഗ് കോട്ടേജസിൻ്റെ ഒക്കെ നടുക്കായിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മളൊരു ഓട്ടോയിലായിരിക്കും അകത്തോട്ട് പോകുന്നത്, കാര്യം മഴ ആയതുകൊണ്ട്. യെസ്, ഓ മാനേജർ ഈസ് വെയിറ്റിംഗ്. യെസ് യെസ്, മിസ്റ്റർ റെക്സ് ഈസ് വെയിറ്റിംഗ് ഫോർ us. ഓക്കെ, ഓ നമസ്കാരം. വന്ന സന്തോഷം, കുറെ നാളെ. പിന്നെ അയ്യോ, പിന്നെ ഇപ്പൊ എനിക്കിവിടെ ഒരു വർഷം അല്ല, കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ കണ്ടേ. നമ്മുടെ ഔട്ട്ഡോർ എല്ലാം മാറി ഇൻഡോറിലേക്ക് മാറ്റി. അല്ല, ഉച്ചയ്ക്ക് ശേഷം നോക്കാം. അതെ കുറച്ച് വെളിച്ചം ഓട്ടോയിൽ കയറാമല്ലോ. യെസ്, വെള്ളം ഉടുപ്പെല്ലാം നനയും, എന്തായാലും നനയും. സെറ്റല്ല. ഇപ്രാവശ്യം നമ്മൾ മെയിൻ ബിൽഡിങ്ങിലല്ല, ഇത് അവരുടെ തന്നെ ആയുർവേദിക് റിസോർട്ടാണല്ലോ. ഇത് ആയുർവേദിക് ആ ഒരു സെക്ഷൻ്റെ ആ ഭാഗത്താണ്. മഴ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റി ഇൻഡോർ ആക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ട്രഡീഷണൽ സദ്യയും ഓണമല്ലേ, ഡിഫറെൻറ്റ്. നല്ല കുരുത്തോല കൊണ്ടിങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. ഒരു ഓണ മൂഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലേ, സുഖം. ഓ അടിപൊളി, സന്തോഷം. കാണാറുണ്ട് അല്ലേ? ഓക്കെ, സന്തോഷം. ഇവിടെ കുറെ പച്ചക്കിളികളുണ്ട്. അന്ന് പിന്നെ മറ്റേ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ താമസം ചെയ്തില്ലേ? ഞങ്ങളെല്ലാം കാണാറുണ്ട്. ഹലോ, നിങ്ങളൊക്കെ വലിയ സംഭവമല്ലേ എന്തൊക്കെ പറഞ്ഞാല്. നല്ല കംപ്ലീറ്റ്. ഓക്കെ, അത് കണ്ടല്ലേ, നല്ല ഫുഡ്. ലാഭം മാത്രമല്ല, ടേസ്റ്റും ഉണ്ട്. തിരക്കാണെന്നേ ഉള്ളൂ. പായസം കുട്ടികള് നല്ല ഫുഡായിരുന്നു, നല്ല ഫുഡ്.
ഇടയ്ക്കൊരു സ്മോൾ റിഫ്രഷ്മെൻറ്റ്, പപ്പായ ജ്യൂസ്. ഇനി വലിയൊരു സദ്യ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. മഴ ആയതുകൊണ്ട് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു ഇവർക്ക് കേട്ടോ. പുലിക്കളി, വടംവലി, അതൊന്നും നടന്നില്ല, മഴ ശ്രദ്ധിച്ചു. പക്ഷേ ഇനിയിപ്പോൾ സദ്യ കഴിക്കാനായിട്ട് പോകണം. ഓക്കെ, അത് വേറൊരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ള് പൂവാർ ഐലൻഡ് റിസോർട്ടിൻ്റെ പല പല ഭാഗത്തു കൂടിയാണ് താമസിച്ചത്. ഇത് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നൊരു ഏരിയ ഉണ്ട്, അവരുടെ ഡൈനിങ് സ്പേസാണ്. അതാണിപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്തത്. കുറേ ഫോട്ടോ സെഷൻ, പിന്നെ അങ്ങനെ തന്നെ കുറേ നേരം, പിന്നെ ചെണ്ടമേളം, അതൊക്കെ നന്നായിട്ട് ഇവരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഡൈനിങ് ഏരിയയിൽ എത്തിയിരിക്കുന്നു. എല്ലായിടത്തും ഒരു ഓണ വൈബാണ്. ഇത് കണ്ടില്ലേ, കുരുത്തോലയുടെ അലങ്കാരങ്ങൾ. കംപ്ലീറ്റ് ഔട്ട്ഡോറാണ് പ്ലാൻ ചെയ്തിരുന്നത്. സദ്യയൊക്കെ വേറെ രീതി, ഇപ്പോൾ പിന്നെ എല്ലാം ഇൻഡോറായി. ഇപ്പോൾ സദ്യ ഇവിടെ അറേഞ്ച് ചെയ്യും. എൻ്റെ ആദ്യത്തെ ഓണസദ്യയാണെന്ന് ഞാൻ കഴിക്കാൻ പോണേ. സോ സ്റ്റാർട്ടിങ് ആർ ഓണം സെലിബ്രേഷൻസ്. ഇതുണ്ട്, ഇവിടെ നല്ല രസമാണ്. ഇവിടുത്തെ കാറ്റ്, ചിമ്മിനീസ് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നു അല്ലേ, നല്ല രസമുള്ളൊരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്. പഞ്ചസാര, ഉപ്പില്ലേ? ഓ കറക്റ്റ്. ഷുഗർ ആൻഡ് സോൾട്ട്. ഓക്കെ, ഉപ്പേരി, ചിപ്സ്, മുളക് വറുത്തത്, കൊണ്ടാട്ട മുളക്, ഇഞ്ചിക്കറി, ചാറുകൾ, ഇഞ്ചി, നാരങ്ങ, മാങ്ങ. ഇതിനിടയ്ക്കൊരു ആഡ് ഓൺ പരിപ്പോട വെച്ചു, പഴം, കിച്ചടി, ഓക്കെ, ബീട്രൂട്ട് കിച്ചടി, തോരൻ, ഓക്കെ, അവിയൽ. ഇത് ഓലൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ദിസ് ഇസ് കുറുക്ക് കാളൻ, ഇത് എരിശ്ശേരി, കൂട്ടുകറി. പരിപ്പ്, നെയ്യ്, ഓക്കെ.
പരിപ്പ് പപ്പടം നെയ്യ് നമ്മുടെ നോർമൽ കോമ്പിനേഷനാണ് സദ്യ വട്ട്. സൂപ്പർ, അടിപൊളി. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന പരിപ്പ് പപ്പടം നെയ്യ് ആ ഒരു കോമ്പിനേഷൻ, അതേ സ്വാദം. പരിപ്പ് പപ്പടം നെയ്യ് ഒരു കോമ്പിനേഷൻ കഴിക്കുമ്പോൾ നമ്മൾ സദ്യ കഴിച്ചു എന്നൊരു ഫീലിംഗ് അപ്പോഴാണ് വരുന്നത്. അച്ചാറ് എല്ലാം നല്ല അടിപൊളി. ബേക്കറി സൂപ്പർ. എരിശ്ശേരി പുട്ടുകറി എല്ലാം ഗംഭീരം. നെക്സ്റ്റ് വരുന്നത് സാമ്പാറാണ്. സാമ്പാർ എനിക്ക് വേണ്ട. പിന്നെ പുളിശ്ശേരി, ഒരു കുറുക്ക് കാളൻ ഇവിടെ ഉണ്ട്, രസം, ഊര്. അങ്ങനെ കഴിച്ചു നോക്കാം. അടിപൊളി ഓണസദ്യ. ചമ്മന്തി ഉണ്ട് കേട്ടോ. എത്ര പായസം ഒന്ന്? 3. എന്തൊക്കെയാടാ? ഇത് അടപ്രഥമൻ, പിന്നെ സെമിയ പായസം, പിന്നെ കടലപ്പരിപ്പ് പായസം. ഓക്കെ, താങ്ക് യു. ഐ ലൈക്ക് പായസമാണ് എൻ്റെ ഫേവറേറ്റ്. ഗംഭീരം, നന്നായിട്ടുള്ളത്, സൂപ്പർ. എല്ലാവരും ഒത്തൊരുമിച്ച് ഓണമുള്ളൂ. അടിപൊളി. എല്ലാം പപ്പടവും പഴവും മിക്സ് ചെയ്ത് അടപ്രഥമൻ കഴിക്കുന്ന രീതിയുണ്ട്. സാധാരണ അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ചേഞ്ച് സ്പെഷ്യൽ ടേസ്റ്റാണെന്നാണ് സതീഷ് പറയുന്നത്. ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് അങ്ങനെ കഴിക്കുന്നത്. ഓക്കെ, ഒരു ചെറിയൊരു മധുരത്തിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഉപ്പിൻ്റെ അല്ലേ, ഒരു ഉപ്പും കൂടി ചേർന്ന് വരും കോമ്പിനേഷൻ. നൈസ്. നല്ലൊരു ആട്ടുകല്ലാണല്ലോ. പഴയത് കാരക്കുടിന്നോ? ഓ, പണ്ടത്തെ കാരക്കുടിയിലെ വലിയ ആട്ടുകല്ല. താങ്ക് യു. അങ്ങനെ നമ്മുടെ പൂവാർ ഐലൻഡ് റിസോർട്ടിലെ ഓണം സെലിബ്രേഷനും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നല്ലൊരു എൻജോയബിൾ ഡേ ആയിരുന്നു. തിരിച്ച് ബോട്ടിൽ നമ്മുടെ ബോട്ട് ജെട്ടിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി കാറിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു.